ഒരു പ്രസിദ്ധമായ വാക്കുണ്ട്, ഓരോ കുട്ടിക്കും മാതാപിതാക്കളെ അർഹതയുണ്ട്, പക്ഷേ ഓരോ മാതാപിതാവിനും കുട്ടികളെ അർഹതയില്ല. ഇന്ന് നമ്മൾ കാണുന്ന കേസ് അതിനൊക്കെ തെളിയിക്കുന്നു. മിക് ഫിൽപോർട്ട് എന്ന മനുഷ്യൻ തൻ്റെ കുട്ടികളെ സംരക്ഷിക്കേണ്ടവനായി കണ്ടില്ല. പകരം അവർ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ ഉറവിടമായിരുന്നു. അവൻ്റെ ആസ്വാദനമോ സ്നേഹമോ അല്ല, അവൻ്റെ ഉള്ളിലിരുന്നത് പൊതുശ്രദ്ധ നേടാനുള്ള മനോരോഗപരമായ താല്പര്യവും ധനലാഭവും മാത്രമായിരുന്നു. അവനൊരു പ്രശസ്തനായ മാനസിക രോഗിയായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് മനഃശാസ്ത്ര വിദഗ്ധർ സൈക്കോപാത്ത് എന്ന് വിശേഷിപ്പിച്ചു. ഈ ഡോക്യുമെന്റിൽ നമ്മൾ നോക്കുന്നു മിക് ഫിൽപോർട്ട് അവൻ്റെ കൂട്ടാളികളും എങ്ങനെ 6 നിഷ്പാപ കുട്ടികളുടെ ജീവൻ കവർന്നുവെന്ന കഥ. 1956 ഇംഗ്ലണ്ടിലെ ഡാർബയിൽ ജനിച്ച മിക് ഫിൽപോർട്ട് നിരവധി സ്ത്രീകളുമായി ബന്ധത്തിൽ 17 കുട്ടികളുടെ അച്ഛനായി. അവൻ നിർഭാഗ്യകരമായ രീതിയിൽ അഹങ്കാരിയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും അപമാനിച്ചും അടിച്ചും ദുരുപയോഗം ചെയ്തും ജീവിതം നയിച്ചു. അവൻ്റെ മനോരോഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 19 വയസ്സുള്ളപ്പോഴാണ്. പക്ഷേ അത് ഒരിക്കലും നീണ്ടില്ല. കിം അവൻ്റെ കയ്യിൽ അത്യധികം ക്രൂരമായി മർദ്ദിക്കപ്പെടുമായിരുന്നു. ഒരു ദിവസം പബ്ബിൽ കിമ്മിയുടെ മുഖത്ത് പൂളിൻ്റെ സ്റ്റിക്ക് കൊണ്ട് അടിച്ചു. മറ്റൊരു ദിവസം ഒരു കുഞ്ഞിനെ അധികം ശ്രദ്ധിച്ചതോടെ കിമ്മിയുടെ കൈയും കാൽമുട്ടും ഹാമർ കൊണ്ടാണ് തല്ലിയത്. ഇതുപോലെ ഒട്ടേറെ മർദ്ദനങ്ങൾ അവർ സഹിച്ചു. 1978 ജൂലൈ കിം ഒരു ബ്രേക്കപ്പ് ലെറ്റർ അയച്ചപ്പോൾ ഫിൽപോർട്ട് ആർമിയിൽ നിന്ന് എവോളായി മാറി. അവളുടെ വീട്ടിലേക്ക് കയറി കിടപ്പുമുറിയിൽ കയറി കത്തികൊണ്ട് 27 തവണ കുത്തുകയായിരുന്നു. അവൻ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് എതിരായി മറ്റാരും ജീവിക്കരുത്. അവളുടെ അമ്മ ഇടപെട്ടപ്പോൾ അവളെയും 11 തവണ കുത്തി. അതേസമയം അമ്മ ഭീകരമായി പരിക്കേറ്റപ്പെട്ടിട്ടും ആംബുലൻസിന് ഫോൺ ചെയ്യാൻ തുടങ്ങി. ഫിൽപോർട്ട് അത് കണ്ട് വെറുതെ പുച്ഛിച്ചു. കോടതിയിൽ അവൻ എല്ലാം തള്ളുകയും സെൽഫ് ഡിഫെൻസ് ആണെന്ന് വ്യാജം ആരോപിക്കുകയും ചെയ്തു. പക്ഷേ തെളിവുകൾ അതെല്ലാം വ്യാജമാണെന്ന് തെളിയിച്ചു. അവനെ 7 വർഷം തടവ് ശിക്ഷ വിധിച്ചു. പക്ഷേ വെറും 3 വർഷവും 2 മാസവും കഴിഞ്ഞതോടെ നല്ല പെരുമാറ്റം എന്ന പേരിൽ വിട്ടയച്ചു. ജയിൽവാസത്തിനിടെ കിം ലേഖനങ്ങൾ അയച്ചും വിവാഹ പ്രസ്താവന നടത്തുകയും ചെയ്തു. കിം ഇന്നും ഈ സംഭവത്തിൻ്റെ ഭീകരത ഓർത്ത് കൗൺസിലിംഗ് തുടരുകയാണ്. 1986 ജയിൽവാസം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ പമേല എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. അവർക്ക് 3 കുട്ടികളുണ്ടായി. എന്നാൽ അതിനോടൊപ്പം അതേ മർദ്ദനവും കുറ്റവാളിത്തവും തുടരുകയായിരുന്നു. 1993 ഫിൽപോർട്ട് 14-കാരിയായ ഹെദർ കിയോയെ തേടി